ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോക്ലേറ്റ് ടീ കേക്കാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ടീ കേക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടിപൊളിയാണല്ലേ, പഞ്ഞി. നമുക്ക് ട്രേ എല്ലാം ഒന്ന് എണ്ണ പുരട്ടി റെഡിയാക്കാം. നമുക്കതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വയ്ക്കാം. പാല് ബൗളിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ബട്ടർ ഇടാം. അല്പം ഇതൊന്ന് നോർമൽ ടെമ്പറേച്ചർ ആകാൻ വേണ്ടി ഓവനിലോട്ട് വയ്ക്കാം. 60 ml പാലാണ് എടുത്തിരിക്കുന്നത്. 220 ml മൈദ നമുക്ക് ഒരു ബൗളിലോട്ടിടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ജാറിലേക്ക് 2 മുട്ട ഇടാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജ് വെച്ചത് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നേരത്തെ എടുത്ത് വെളി വെച്ചിരുന്ന് നോർമൽ ടെമ്പറേച്ചർ ആക്കണം. നമുക്കൊരു 30 സെക്കൻഡ് ലോ ഇതിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ മൈദ എടുത്തതിൻ്റെ അതേ അളവിൽ വേണം പഞ്ചസാരയും എടുക്കാൻ. അത് മുട്ട അടിച്ചതിനകത്തോട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കാം. നമുക്കൊരു 30 ml സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതോട് ചേർത്ത് ഒന്നുകൂടെ അടിക്കാം. പിന്നെ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ബൗളിലോട്ട്. നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചരുവം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു തിരി പോലത്തെ സാധനം താത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. ഇതിവിടെ പ്രീഹീറ്റ് ആവട്ടെ. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ആക്കണം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് നമുക്കിതിന് ചേർക്കാം. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് 2 സ്പൂൺ ചേർക്കാം. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് സിറപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കൊക്കോ പൗഡർ മെൽറ്റ് ചെയ്ത് ഇട്ടാലും മതി. പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് പൈനാപ്പിൾ എസൻസും ചേർക്കാം. അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച്. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ക്ലോക്ക് വൈസ് മാത്രമേ ഇളക്കാവൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ഇളക്കരുത്. ബീറ്റർ ഉള്ളവർക്ക് ബീറ്ററിട്ടും അടിച്ചെടുക്കാം. നമുക്ക് അല്പം 1 സ്പൂണ് മിൽക്ക് മെയ്ഡൂടെ ചേർക്കാം. രുചി കൂടും. നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരിക്കുന്ന മൈദ നമുക്ക് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന എപ്പോഴും നല്ലത്. കുറേശ്ശെ അരിച്ചെടുക്കാം. മൈദ നമുക്ക് കുറേശ്ശെ ഇതിനകത്തിട്ട് ഇളക്കിയെടുക്കാം. കുറേശ്ശെ ഇളക്കാം. ക്ലോക്ക് വൈസ് മാത്രം ഇളക്കുക. റൂം ടെമ്പറേച്ചറിലായ പാല് അതിനകത്ത് ബട്ടർ ചേർത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എയറെല്ലാം ഒന്ന് കളയാം. നമുക്ക് ബാറ്റർ ഇതിലേക്ക് താത്ത് വയ്ക്കാം. നമുക്ക് നല്ലോണം അടച്ചു വയ്ക്കാം, എയർ പോകാത്ത രീതിയിൽ. നമുക്ക് 45 മിനിറ്റ് വേണം ഇത് റെഡിയാകാൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അടിപൊളി. നമുക്കൊരു കമ്പി വെച്ച് ഇങ്ങനെ കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോൾ ഇതിലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ വെന്തു. നമ്മൾ വെന്തിട്ടുണ്ട്. നമുക്കിതിനി പുറത്തേക്കെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റ് ടീ കേക്കാണ്. നമുക്കിതിന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം.
അടിപൊളി, നല്ലപോലെ വെന്ത്. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്കിതിന്ന് കട്ട് ചെയ്ത് നോക്കാം. പൂ പോലുള്ളത്, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. അടിപൊളി കേക്കാണ്. സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായിലിട്ടതും അരിഞ്ഞു പോയതും ഒരുപോലെ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അടിപൊളി, കണ്ടില്ലേ? പഞ്ഞി.